ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് പറയാൻ ബാക്കിലത്തെ ഇരുട്ട് കണ്ടിട്ട് രാത്രി ആണ് എന്ന് വിചാരിക്കേണ്ട, രാവിലെയാണ്. സമയം 3:39. വെളുപ്പാം കാലത്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വേറൊന്നല്ല, നമ്മളിന്ന് കൊല്ലത്തേക്ക് പോവാണ്. അപ്പം നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. എൻ്റെ നാട് കൊല്ലമാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്ലേസ് തൃശ്ശൂരാണ്. പക്ഷെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വർക്ക് പ്ലേസ് പാലക്കാട് ആയതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്നത് പാലക്കാടുമാണ്. അപ്പോൾ നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ട് ഞാനും ബേബിയും മാത്രമേ പോകുന്നുള്ളൂ. ഞങ്ങൾ ഒറ്റയ്ക്ക് എപ്പോഴും പോവാറുണ്ട്. അതായത് ഞാതിക്കൊപ്പം വരാൻ പറ്റാത്ത സമയത്തൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കും പോകാറുള്ളത്. കാരണം അവർക്ക് എപ്പോഴും നമ്മൾ കൂടെ ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളും ഒക്കെ ഉണ്ട്. അപ്പം അതാണ് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒന്നും പേടിയൊന്നുമില്ല. കാരണം ഇപ്പം കുറേ വട്ടം പോയിട്ട് 3 കൊല്ലം കഴിഞ്ഞു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ 3 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ എത്രയോ പ്രാവശ്യം പോയേക്കും. അതുകൊണ്ട് വലിയ ടെൻഷൻ പേടിയൊന്നുമില്ല. നമ്മൾ സേഫാണ് വണ്ടി ബുക്ക് ചെയ്ത് പോകുന്ന കാരണം. അപ്പം നമ്മൾ പോവാണ്. 3 മണിക്കായിരുന്നു നമ്മളുടെ ബസ് തൃശ്ശൂരിൽ നിന്ന്. ഞങ്ങളിപ്പോൾ തൃശ്ശൂരുണ്ട്, ഞാൻ അതിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം വണ്ടി ഡിലേ ആണ്, അതുകൊണ്ട് 4 മണിയാവും നമ്മളുടെ ബസ് വരാൻ. ഏകദേശം ഒരു മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. 1 മണിക്കൂർ ഡിലേ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു ചായയൊക്കെ കുടിച്ചിട്ട് വരാം, വന്ന് സ്റ്റാൻഡിൽ നിൽക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ചായ കുടിക്കാനൊക്കെ പോയി വന്ന്, എന്നിട്ടും ബസ് അങ്ങോട്ട് എത്തിയിട്ടില്ല. പിന്നെ ഇതാ ഞങ്ങൾ രണ്ടാളെ ഇനി കുറച്ച് ദിവസത്തേക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഫൈസൂനെയൊക്കെ എടുത്ത് കൊഞ്ചിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ കുറച്ച് നേരം കാറിയിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ നല്ല മഴയുണ്ടായിരുന്നു. മഴയുള്ളത് കാരണം ബസ് വന്നിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം കയ്യിൽ കുടയൊന്നും കഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ബസ്സുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടക്ടറിനോട്, ബസ് ഞങ്ങളിവിടെ കാറിലാണ് വെയിറ്റ് ചെയ്യുന്നത്, മഴ ആയതുകൊണ്ട് ഒന്നെത്തുമ്പോൾ വിളിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറിലല്ല ബസ്സിൽ കയറി. ബസ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. തിരക്കെന്ന് വെച്ചാൽ എല്ലാവരും ബുക്ക് ചെയ്ത് വന്ന ആൾക്കാരാണ്, എല്ലാവർക്കും സീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാ സീറ്റിലും ആൾക്കാർ ഫില്ലായിരുന്നു കേട്ടോ. പിന്നെ വൈറ്റില ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ അവിടെ ജസ്റ്റ് വണ്ടി 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിടാൻ ഞങ്ങൾ രണ്ടാളും നല്ലൊരു ഉറക്കം ഉറങ്ങി. ഞാനും ഒരു മണിക്കൂർ നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. അത് നടു പെയിൻ വരാൻ തുടങ്ങി. എനിക്ക് ഡെലിവറിക്ക് ശേഷം ഒരു നടുവേദന വരലുണ്ട് ഇങ്ങനെ. നമ്മൾ കായംകുളം എത്തി കേട്ടോ. കായംകുളം എത്തിയപ്പോൾ ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തി. ഞങ്ങൾ ഇറങ്ങിയില്ല. ഞങ്ങൾക്ക് സ്നാക്സൊക്കെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളൊന്നും എടുത്തില്ല. ബസ്സിലായതുകൊണ്ടാണ് പയ്യെ സംസാരിക്കുന്നത്, കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സർപ്രൈസായിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം. വരുന്നതിനെ പറ്റി ഒരു ചെറിയ ക്ലൂ പോലും കൊടുത്തിട്ടില്ല. നമ്മൾ കുറേ ദിവസമായിട്ട് ഞങ്ങൾ വായോ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ വരും എന്നുള്ളതിനൊരു ക്ലൂ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ അതിനോട് വീട്ടിൽ വിളിച്ച് പറ എന്നാണ് പറഞ്ഞത്, പക്ഷേ അതിനോട് ഞാൻ പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആണെന്നുള്ളത്. അറിയുമ്പോൾ ഒരു തല്ലൊക്കെ കിട്ടും. തല്ലെന്ന് വെച്ചാൽ അങ്ങനെയല്ല, വഴക്ക്. കാരണം കുട്ടിയായിട്ട് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പ വിളിക്കാൻ വരും. കൊല്ലത്ത് നമ്മളെ വണ്ടി വന്നിറങ്ങുന്നവിടെ വിളിക്കാൻ വരും. അപ്പം അതുകൊണ്ടാണ് പറയാനിട്ട് പോകണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഒരു വട്ടം എനിക്കൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും അവരോട് പറയാണ്ട് ഒരു ഐഡിയ ഇല്ലാണ്ട് ചെല്ലുമ്പോൾ അവരുടെ ഒരു എക്സ്പ്രഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അതല്ല ഈ ഒരു രാവിലെ അഥവാ ഞാൻ എത്തിയാലും വൈകുന്നേരവും രാത്രിയൊക്കെ ആകുമ്പോഴാവും പോവുക. കാരണം ഞാനിവിടെ തൃശ്ശൂരിൽ 10 മണി 11 മണിക്കൊക്കെയുള്ള ബസ്സിലാണ് ഇതുവരെ പോയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് വൈകുന്നേരമുള്ള ബസ്സിൽ കയറി ഇവിടെ രാവിലെ ചെല്ലും. അപ്പോൾ ഞാൻ അത് പിക്ക് ചെയ്യാൻ വരിക. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ഈ വെളുപ്പാങ്കാലത്തൊക്കെ ബസ് കയറിയിട്ട് 10 മണി രാവിലെ 10 മണിക്കൊക്കെ വീട്ടിലെത്താൻ പോകുന്നത്. അപ്പോൾ ഒരു ഭയങ്കര സർപ്രൈസ് ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് ബാക്കി അപ്ഡേറ്റ്സ് പറയും. നീണ്ട ഒരു 9 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ നാടായ കൊല്ലത്തെത്തിയിട്ടുണ്ട്. ഞാൻ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. ഇനി എനിക്ക് ബസ് കയറിയിട്ട് പോകാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു 15-20 മിനിറ്റ് ഇനി അവിടുന്ന് കൊല്ലം സ്റ്റാൻഡ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ദൂരമുണ്ട്. അപ്പോൾ ഒരു ഓട്ടോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒപ്പം നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തി. ഗേറ്റൊക്കെ അടച്ചിട്ടേക്കാണ്. ഫ്രണ്ടിൽ കൂടെ കയറില്ല, ഗേറ്റ് അടച്ചിട്ടേക്കാം. അപ്പോൾ തുറക്കണ സൗണ്ട് കേട്ടാ അവരറിയും. അപ്പം ഞാൻ
നമ്മുടെ വീടിൻ്റെ ബാക്കിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇത് നമ്മുടെ ഗാർഡനാണ്. ഞങ്ങള് ചെല്ലത്തില്ലായിരുന്ന വിളിക്കാന്. മിഷൻ സക്സസ്. വീട്ടിലെത്തി സർപ്രൈസ് കൊടുത്തു. ഒരൊട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുട്ടിവിശേഷം. അങ്ങനെ ഇതാ വീട്ടിലൊക്കെ എത്തി ഡ്രസ്സൊക്കെ മാറി ഒരു നൈറ്റി ഒക്കെ എടുത്ത് ഇടുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അത് എത്ര വലിയ മോഡേൺ ഡ്രസ്സ് ഇട്ടാലും കിട്ടൂല. വീടെത്തിയപ്പോഴത്തേക്കും വിശപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം ഞാൻ നേരെ പോയി ചോറ് തിന്നാൻ വേണ്ടി കയറി. 11 മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ചോറ് കഴിച്ചു. ഉമ്മാൻ്റെ നല്ലൊരു അടിപൊളി മത്തനും പയറും ഇട്ടിട്ടുള്ള കറി ഉണ്ടായിരുന്നു. അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അത്. പിന്നെ മീൻ കറിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് വയറ് നിറയെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.